ഇഷാസ് മെമ്മറൈസിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഇവിടെ ഒരു മുട്ട റോസ്റ്റാണ് കാണിച്ചു തരാൻ പോകുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു മുട്ട റോസ്റ്റ് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഇതിനു വേണ്ടി ഞാനിവിടെ ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിന് കുറച്ചധികം വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കണം. ഇതിനൊരു നാടൻ ടേസ്റ്റാണ് വരേണ്ടത്. ഇനി ഞാൻ ഇതിലോട്ട് 2 സവാള ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള പെട്ടെന്നൊന്ന് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിലോട്ട് ഞാൻ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നല്ല ബ്രൗൺ കളറായിട്ട് വരണം. അതുവരെ ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവാള നല്ല ബ്രൗൺ കളർ ആകുമ്പോഴാണ് ഈ മുട്ട റോസ്റ്റിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇവിടെ സവാള ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 പച്ചമുളക് കീറിയിട്ട് കൊടുക്കുക. ഇനി ഇതിലോട്ട് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കുകയാണ്. നല്ല പഴുത്ത തന്നെ എടുക്കാൻ നോക്കണം. ഇനി ഇത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. തക്കാളിയൊക്കെ നല്ല പേസ്റ്റ് പരുവാവണ വരെ നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുക. ഇവിടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത് നല്ല പേസ്റ്റ് പരുവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിനി നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ടൊന്ന് മാറണം. തീ ലോ ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും. ഇപ്പോൾ ഇഞ്ചിയുടെയൊക്കെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു പിഞ്ച് ഗരം മസാല. ഇനി ഈ പൊടികളുടെ പച്ചമണം എല്ലാം ഒന്ന് മാറണ വരെ നന്നായിട്ട് വഴറ്റിയെടുക്കണം. പൊടികളുടെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനിവിടെ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഒരു 2 മിനിറ്റ് നന്നായിട്ട് ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി ഞാൻ ഇതിലോട്ട് 2 പുഴുങ്ങിയ മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ 2 മുട്ടയാണ് പുഴുങ്ങിയിരിക്കുന്നത്. അതിനെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്യാത്ത മുട്ടനെ ഒന്ന് ജസ്റ്റ് ഒന്ന് നടുവിൽ കീറി കൊടുത്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്ത മുട്ടയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഞാനൊരു ടേസ്റ്റ് കൂടാനായിട്ട് ഒരു പിഞ്ച് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർക്കുമ്പോൾ ഇതിന് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടുന്ന മുട്ട റോസ്റ്റിന് ഒരു മധുരം ഉണ്ടാവും അല്ലേ, അതുപോലെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇതിലോട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൽ 3 or 4 മുട്ടയെ ചേർത്ത് കൊടുക്കാം. എൻ്റെ അടുത്ത് ഇവിടെ 2 എണ്ണേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ 2 എണ്ണം ചേർത്ത് കൊടുത്തത്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഗ്രേവിൻ്റെ ഫ്ലേവറൊക്കെ ഈ മുട്ടയിലോട്ട് നന്നായിട്ട് ഇറങ്ങും. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഗ്രേവി കഴിക്കാൻ തന്നെ. ഈ കറി നെയ്ച്ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ ദോശൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇത്രയേ ഉള്ളൂ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.